14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിലൊരു വികസന സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും പ്രധാന പൗരപ്രമുഖരെയും എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്നാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പറയുന്നത്. പക്ഷേ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ പ്രതിനിധികളെ ഒന്നും ഇതിൽ 11ഓളം വരുന്ന ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താതെ അവരത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും പ്രധാന പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇരു മുന്നണികളുടെയും കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു പ്രവണത. അപ്പോൾ കഴിഞ്ഞ LDFൻ്റെ ഭരണകാലത്തായാലും ശരി, അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വജനപക്ഷപാതവും മറ്റു പരിപാടികളും നടത്താൻ വേണ്ടി ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത്. ഇവിടെ പെരിന്തൽമണ്ണയിൽ തന്നെ പ്രധാന പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പ്രധാനമായിട്ട് ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റിലെ ആ മാലിന്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെയാണ് ആ മലയിലേക്കുള്ള ജലലഭ്യതയുടെ പ്രശ്നം, ആ പ്രശ്നവും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ ഓരോ സെക്ഷനിലും ഉൾപ്പെടുത്തുവാനും അവരത് അറിയിക്കുവാനുമുള്ള മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു പ്രതിഷേധമായിട്ട് ഇവിടെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.